കേരള യുക്തിവാദി സംഘം 34ാം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കമായി. സോപാനം ഓഡിറ്റോറിയത്തിൽ സാഹിത്യകാരി തസ്ലീമ നസ്രീൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം മതമുക്തമാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സമ്മേളനം നടക്കുന്നത്. 31 വർഷം മുമ്പ് 1994 സംഘത്തിന്റെ 17ാം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നത്. അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കും അസമത്വങ്ങൾക്കുമെതിരെ ആശയസമരം നടത്തുകയാണ് യുക്തിവാദി സംഘം. പ്രസ്ഥാനത്തിന്റെ 3 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. സമ്മേളനം വിഖ്യാത ബംഗ്ലാദേശ് എഴുത്തുകാരി തസ്ലീമ നസ്രീൻ ഉദ്ഘാടനം ചെയ്തു. To the lie that inequality is divinely ordained. That is why I feel at home among you, not geographically but intellectually and morally. I thank the Kerala Yuktivadi Sangam for this honor. I do not see it as an award for past work. I see it as a challenge, a demand that I continue to speak, to question, to resist and to refuse silence. Before I go further, I wish to acknowledge briefly, but with deep respect, the woman who is presenting this award to me today, Srimati V.P. Zuhara. കേരള യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗംഗൻ അഴീക്കോട് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നൽകി വരുന്ന യുക്തിരേഖ മാധ്യമ പുരസ്കാരം തസ്ലീമ നസ്രീന് സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും മൊമെന്റോയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രശസ്തിപത്രം ബാർ കൗൺസിൽ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് KN അനിൽകുമാറും ക്യാഷ് അവാർഡ് യുക്തിവാദി സംഘം ജനറൽ സെക്രട്ടറി TK ശക്തിധരനും സമ്മാനിച്ചു. തസ്ലീമ നസ്രീന്റെ മതേതര നിലപാടുകളും എഴുത്തിനോടുള്ള പ്രതിബദ്ധതയും ഒരു സ്ത്രീ എന്ന നിലയിൽ മതമേധാവിത്വത്തോട് പോരടിച്ചു നിൽക്കാനുള്ള തന്റെ ാണ് അവാർഡിന് അർഹയാക്കിയത്. അവാർഡ് തുക 1 ലക്ഷം രൂപ തസ്ലീമ നസ്രീൻ നൽകുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി TK ശക്തിധരൻ. യുക്തിരേഖ അവാർഡ് 1 ലക്ഷം രൂപ തസ്ലീമ നസ്രീനെ കൈമാറി. സ്വാഗത സംഘം ചെയർമാൻ കുരീപ്പുഴ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, FIRA അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ നരേന്ദ്ര നായിക്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് TK മീരാബായി, പ്രൊഫസർ TJ ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.